ഗായ്സ്, ഇന്ന് ഞാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ബിഗ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് ഈ പൈപ്പ് ക്ലീനേഴ്സ് ആണ് കേട്ടോ. ഇതിന്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ഫ്ലവർ ഉണ്ടാക്കാൻ പോണത്. ഈ ഒരു ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സിനും കൊടുക്കാം, അതല്ലെങ്കിൽ പാർട്ട്നേഴ്സിനും കൊടുക്കാൻ പറ്റുന്നതാണ്. സോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ കളറിലെ പൈപ്പ് ക്ലീനേഴ്സ് ആണ്. അതൊന്ന് 5 പീസസ് ആണ് ഫസ്റ്റ് എടുക്കേണ്ടത്. എന്നിട്ട് അതിന്റെ എൻഡ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് ഈ കാണുന്ന പോലെ ഒന്ന് വി ഷേപ്പിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ആ സെന്റർ. അതിനുശേഷം ഈ കാണുന്ന പോലെ ഒന്നിലൂടെ മറ്റൊന്ന് ഇങ്ങനെ ഇറക്കിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. സോ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ, കാരണം ഇല്ലെങ്കിൽ അത് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുപോലെ രണ്ടെണ്ണം, അതായത് ഒരു സൈഡിൽ അതുപോലെ രണ്ടെണ്ണം വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യുക. എൻഡ് പോർഷൻ താഴേക്കാക്കി കൊടുക്കണം. സെയിം ഇതേ പ്രൊസീജിയർ തന്നെ അടുത്ത സൈഡിലൂടെ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 2 പീസസ് അവിടെയും വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സെയിം അതുപോലെ തന്നെ ആ എൻഡും കൂടെ ഒന്ന് താഴേക്കാക്കി കൊടുക്കണം. സോ ഇത്രയും ഭയങ്കര ഈസിയാണ്. അതിനുശേഷം ഇത് അറേഞ്ച് ചെയ്യുന്നതാണ് ഒന്ന് ടഫ് ആയിട്ടുള്ളത്. നമ്മൾ ഓരോന്നും അത് ആ ഒരു നമുക്ക് വേണ്ട ഷേപ്പ് എങ്ങനെയാണോ ആ രീതിയിലേക്ക് തന്നെ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് ജോയിൻ ചെയ്ത് പിടിച്ചിട്ട് കൂട്ടത്തിൽ വലുത് ഏതാണെന്ന് നോക്കിയിട്ട് അത് വെച്ചതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഉറപ്പില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് സൗകര്യത്തിന് ചെയ്യാം. അതിനുശേഷം പ്രസ് ചെയ്ത് നമുക്ക് വേണ്ട ഏത് ഷേപ്പാണോ ആ ഷേപ്പിലാക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിവിടെ സ്മോൾ പെറ്റലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സോ അതൊരു 3 ഉണ്ടാക്കും. അടുത്തത് നമ്മളൊരു മീഡിയം പെറ്റലാണ് ഉണ്ടാക്കുന്നത്. ഈ മീഡിയം പെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 7 പീസസ് ഓഫ് പൈപ്പ് ക്ലീനേഴ്സ് വേണം. സോ അതൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നേരത്തെ എങ്ങനെയാണോ നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് അതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല, സെയിം അതുപോലെ തന്നെ. ഇത്തവണ ചെയ്യുമ്പോൾ 1 സൈഡിൽ 3 പീസസ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിച്ചോണം, മറന്നു പോയത് എണ്ണം തെറ്റിയ പെറ്റൽസ് ഫുള്ള് കുളമായി പോകും. 3 പീസസ് വെച്ചിട്ട് സെയിം അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഒരുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, അതിന്റെ ആ ഒരു എൻഡ് പോർഷൻ നല്ലപോലെ താഴേക്കാക്കി കൊടുക്കുക. പിന്നെ വേണ്ട ഫോഴ്സ് കൊടുക്കാനും ശ്രദ്ധിച്ചോണം. ദെൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു കോൺ ഷേപ്പ് പോലെ ആക്കുന്നുണ്ട് കേട്ടോ. കോൺ ആക്കുന്നത് ഒരു പ്രത്യേകം ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു പെറ്റലല്ലേ, അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ആക്കുന്നത്. സെയിം നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ താഴേന്ന് ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് കൂട്ടത്തിൽ ഏതാണ് വലുതെന്ന് നോക്കുക, അത് വെച്ച് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇതിന്റെ ഷേപ്പ് അറേഞ്ച് ചെയ്യാം. എല്ലാം ഒന്ന് ഒരുപോലെ ആക്കി അതിന്റെ എൻഡും ഒന്ന് ബെൻഡ് ചെയ്ത് നല്ല ഫ്ലവേഴ്സ് ആക്കുക. സോ ഇത് നമ്മളൊരു 5 പീസസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലാർജ് പെറ്റലാണ്. സോ ഇതിനായിട്ട് നമ്മളൊരു 9 പീസസ് പൈപ്പ് ക്ലീനേഴ്സ് എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ സെയിം. പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം, ഇതിന്റെ സെന്ററിൽ ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം 2 സൈഡിലുമായിട്ട് പൈപ്പ് ക്ലീനേഴ്സ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രൊസീജിയേഴ്സ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ എണ്ണത്തിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരു സൈഡിൽ നമ്മളിപ്പം 4 പീസസ് ആണ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ അറ്റം നമ്മളിപ്പോ ബെൻഡ് ചെയ്യണ്ട, കാരണം 2 സൈഡും കൂടി ഒരുപോലെ ആക്കണം. കാരണം സെന്റർ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് നല്ല ഷേപ്പ് ആക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ 2 സൈഡിലും 4 പീസസ് വെച്ച് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നോക്കൂ, ഇതുപോലെ ഞാൻ എങ്ങനെയാണോ അറേഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളും ചെയ്യാം. 2 സൈഡും സെക്യൂർ ആക്കി. ഇവിടെ നമ്മുടെ അറ്റത്തെ പീസ് തീരെ ചെറുതാവും. സോ തൊട്ടടുത്തുള്ള പൈപ്പ് ക്ലീനറിന്റെ ആ ഒരു പോയിന്റിലേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സെന്ററിൽ നിന്ന് എല്ലാം കൂടെ ചേർത്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് വേണ്ട ഷേപ്പ് ഏതാണോ ആ ഷേപ്പിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ഈ ലാർജ് പെറ്റൽസ് നമുക്കൊരു 5 പീസസ് വേണം. അങ്ങനെ നമ്മുടെ ഫ്ലവറിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് സ്റ്റെമ്മും സെപ്പലും ഉണ്ടാക്കിയെടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 2 പീസസ് ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഒന്നിന്റെ ഇടയ്ക്കൂടെ ഒന്ന് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നേരെ താഴേക്ക് ആക്കുക. നമ്മൾ ഈ ഉണ്ടാക്കുന്നത് സെപ്പലാണ് കേട്ടോ. ഇത് സെപ്പൽ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലവറിന്റെ തൊട്ട് താഴെ കാണുന്ന ഒരു ചെറിയ ഇതേപോലത്തെ ഗ്രീൻ കളറിലെ സംഭവമില്ല, അതാണ്. സോ ഞാൻ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തത്, ഭയങ്കര ഈസിയാണ്. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. 5 പീസസ് സെപ്പൽ ഉണ്ടാക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലീഫ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതിന് 2 പീസ് പൈപ്പ് ക്ലീനർ എടുത്ത് സെന്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ആ സെന്ററിൽ നിന്ന് കട്ട് ചെയ്ത പീസസിൽ നിന്ന് 3 പീസ് ഒന്നിച്ച് വെച്ച് സെന്ററിൽ നിന്ന് മടക്കുക. പിന്നെ ഒരെണ്ണം സെപ്പറേറ്റ് ആക്കി മടക്കിയിട്ട് ഇതിന്റെ ഇടയിലൂടെ തന്നെ കയറ്റി ജോയിൻ ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ ആ ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടി ഒന്ന് വളച്ചൊക്കെ കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ സ്മോൾ ലീഫാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു 2 പീസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ലോങ് ലീഫാണ് ഉണ്ടാക്കുന്നത്. ലോങ് എന്ന് പറഞ്ഞാൽ അത്ര വലുതൊന്നുമല്ല. ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ സെന്ററിൽ നിന്ന് 2 എടുത്ത് സെന്ററിൽ നിന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ആ 4ഉം ഒരുപോലെ വെച്ചിട്ട് വേറൊരു പൈപ്പ് ക്ലീനർ എടുത്ത് അതിന്റെ സെന്ററിലൂടെ തന്നെ ജോയിൻ ചെയ്ത് ആ ഒരു ഷേപ്പ് ആക്കി എടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ.
ഒരു വലിയ ലീഫ്, 2 കുഞ്ഞു ലീഫ്, ഇതുപോലെ 2 സെറ്റ് ഉണ്ടാക്കി എടുക്കാം. അടുത്തത് സ്റ്റെം ആണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വലിയ നീളമുള്ള ഒരു കമ്പി എടുക്കണം. അതിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്ന് ജസ്റ്റ് വളച്ച് ഞാൻ ഈ കാണിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, പൈപ്പ് ക്ലീനർ ഈ ഒരു ചെറിയ കമ്പിയിൽ ഒട്ടിയിരിക്കാൻ സാധ്യത കുറവാണ്. സോ ഗ്ലൂഗൺ കോരി ഒഴിച്ചിട്ട് നല്ലപോലെ സ്റ്റിക്ക് ചെയ്യുക. ഇതുപോലെ 3 പീസസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 3 സ്റ്റിക്ക് ചെയ്തതിന് ശേഷം പിന്നെ നേരെ നമ്മുടെ ഫ്ലവർ പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് പെറ്റൽസ് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഗ്ലൂഗൺ യൂസ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ അത് നല്ലപോലെ ഇരിക്കത്തില്ല. ആദ്യം ചെറിയ പെറ്റൽ യൂസ് ചെയ്യുക, പിന്നെ ഒരു മീഡിയം പെറ്റൽ, പിന്നെ നേരെ ലാർജ് പെറ്റൽ, എല്ലാം നല്ല ഒരു ഭംഗിയിൽ നമ്മളായിട്ട് തന്നെ നമ്മുടെ ഐഡിയ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പെറ്റൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ സെപ്പൽ അറേഞ്ച് ചെയ്യുക. ദെൻ ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഗ്രീൻ പൈപ്പ് ക്ലീനർ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിലായിട്ട് നമ്മുടെ ലീഫ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ലീഫും കൂടി ആഡ് ചെയ്തിട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഫൈനലി ഗ്ലൂഗൺ വെച്ച് സെക്യൂർ ചെയ്യുക. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. സോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ചാച്ചാ.